ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് കുക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പച്ച ഏത്തയ്ക്ക തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് അരിഞ്ഞെടുക്കാം. എല്ലാം ഒരേ വലിപ്പത്തിൽ അരിയാനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പലതും ചെറുതായിട്ട് അരിയുന്നതൊക്കെ നമുക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരേ വലിപ്പത്തിൽ വേണം, ഈ ഒരു അളവിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏതെണ്ണയാണോ ഉള്ളത് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആദ്യം ഈ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിൽ നിന്ന് ഒരു കായൊന്ന് ഇട്ട് നോക്കാം. ഇതായപ്പോൾ ഈ എണ്ണ മൂത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചേക്കുന്നത് നമുക്ക് കുറേശ്ശെ ഇതെല്ലാം കൂടി ചിലപ്പോൾ കൂടിപ്പോകും. അതുകൊണ്ട് നമുക്കിത് ഓരോന്നോരോന്ന് അടർത്തി വേണം. പിന്നെ ഇടുമ്പം തിളച്ച എണ്ണ ആയതുകൊണ്ട് കൈയൊക്കെ പൊള്ളാതെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പം അതായത് ഒരു പകുതി ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിൻ്റെ നീരാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാം, ഒരു കിലുകിലാന്നുള്ള സൗണ്ട് വരുമ്പോഴത്തേക്കും അത് നമുക്ക് അത് കോരാറായിട്ടുള്ള ഒരു പരുവമായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഒടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരാവുന്നതാണ്. ഏകദേശം ഇത് കോരി മാറ്റാവുന്ന ഒരു പരുവമായിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് ഒടിച്ചു നോക്കാം. ചൂടായിരിക്കും, കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇതാ നന്നായിട്ട് ഇത് മുറിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മൂത്തെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്കിത് കോരാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ എണ്ണയൊക്കെ അങ്ങ് കുറച്ചൊക്കെ പോയി കിട്ടും. ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് ഇതിന് അത്യാവശ്യം മഞ്ഞക്കളർ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ മഞ്ഞക്കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണയിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല കളർ കിട്ടും. അപ്പോൾ അതാണ്ട് ഞാനിത് അടുത്ത ട്രിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ചെറിയ ചീനിച്ചട്ടി ആയതുകൊണ്ട് കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സ്പീഡിലിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്, ഒരുപാട് വീഡിയോ ലെങ്തി ആകുന്നതുകൊണ്ട്. ഇത് ഞാൻ ഒരു 3 ബാച്ചായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 4 ഏത്തക്കയാണ് ഞാനിതിൽ എടുത്തേക്കുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും 4 മണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് വാങ്ങിച്ച് ഓൾറെഡി കടയിൽ അത് കുറേ നാൾ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. 4 മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. ഇതില്ലേ, നല്ല നല്ല ക്രിസ്പിയാണ്. അത് തന്നെയല്ല നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.